ഇനി അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് ട്രംപിൻ്റെ വക ഒരു വലിയ സമ്മാനം ഒരുങ്ങുന്നുണ്ട്. അതെന്താണെന്നല്ലേ? അത് മുതലകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. ഈ മുതലകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാൽപ്പനികമായൊക്കെ തോന്നും. കാരണം നമ്മൾ ഈ ജോസ് പ്രകാശിൻ്റെ സിനിമയിലൊക്കെയാണ് ഇത് കണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപ് വളരെ സീരിയസ് ആയിട്ടാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിഡയിലെ കുടിയേറ്റക്കാർക്കുള്ള തടങ്കൽ സൗകര്യമാണിത് എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ അനധികൃതമായി പ്രവേശിച്ച കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നാടുകടത്തൽ പ്രചാരണം ഇപ്പോൾ തുടരുകയാണ്. ട്രംപ് സർക്കാർ ഫ്ലോറിഡ സംസ്ഥാനത്ത് ഒരു വലിയ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. അവിടുത്തെ കഠിനമായ സാഹചര്യങ്ങൾ കാരണം ഇതിനെ അലിഗേറ്റർ അൽക്കട്രാസ് എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന ഈ തടങ്കൽ കേന്ദ്രം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അലിഗേറ്റർ അൽക്കട്രാസ് എങ്ങനെയുള്ളതാണ്? ഫ്ലോറിഡ സംസ്ഥാനത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു വലിയ പ്രദേശം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വിമാനങ്ങൾ ഉയരുന്നതിനും ഇറങ്ങുന്നതിനും പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി ഇവിടെ ഒരു റൺവേ ഉണ്ട്. ഈ പ്രദേശത്തെ കാലാവസ്ഥ ഈർപ്പമുള്ളതുമാണ്. ഭൂമി ചതുപ്പ് നിലമാണ്. അത്തരം ഭൂമിയിൽ ധാരാളം മുതലകളുമുണ്ട്. അതെ, മുതലകൾ. അതുകൊണ്ടാണ് ഈ പ്രദേശം വളരെ അപകടകരമാണെന്ന് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും വലിയ ഒരു ജീവന ഭീഷണിയുള്ള സ്ഥലത്ത് അമേരിക്കൻ സർക്കാർ ഒരു വലിയ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കാൻ പോകുന്നു. ഏകദേശം 5000 തടവുകാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലിപ്പമുള്ളൊരു തടങ്കൽ പാളയമാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അടുത്തിടെ ഫ്ലോറിഡ അറ്റോർണി ജനറൽ ജെയിംസ് ഉറ്റ്മിയർ എക്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഈ തടങ്കൽ കേന്ദ്രത്തിൽ വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ സുരക്ഷാ സംവിധാനം നാമമാത്രമായിരിക്കും. അതിനാൽ ഏതെങ്കിലും അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും തടങ്കൽ കേന്ദ്രത്തിന് ചുറ്റും ചതുപ്പ് നിലങ്ങളും മുതലകളും ഉള്ളതിനാൽ അവർ വിജയിക്കില്ല. മുതലകൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനു പുറമെ ധാരാളം പെരുമ്പാമ്പുകളും വിഷപ്പാമ്പുകളും ഉണ്ട്. അപകടകരമായ മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കോട്ട പോലെയാണ് ഈ കേന്ദ്രം. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയാലുടൻ നിങ്ങളുടെ ജീവൻ അത് നഷ്ടപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ജീവന് പ്രയാസമായേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ട ആൾക്കാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ആൾക്കാർ അതിനെ അലിഗേറ്റർ അൽക്കട്രാസ് എന്ന വട്ടപ്പേരിൽ വിളിക്കുന്നത്. എന്തായാലും അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത് ഒരു സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലുണ്ട്. ആ ഉൾക്കടലിൽ അൽക്കട്രാസ് എന്നൊരു ദ്വീപുണ്ട്. 1934 ആ ദ്വീപിൽ ഒരു ജയിൽ നിർമ്മിച്ചു. അതിനെ അൽക്കട്രാസ് ജയിൽ എന്നാണ് വിളിച്ചിരുന്നത്. 63 അടച്ചിട്ട ജയിൽ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ സുരക്ഷാ സംവിധാനം വളരെ കർശനമായിരുന്നു. തടവുകാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അസാധ്യമായിരുന്നു. അമേരിക്കയിലെ ആ ജയിലിനെ കുറിച്ച് നിരവധി സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ 79 പുറത്തിറങ്ങിയ എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ് എന്ന സിനിമയാണ് ഏറ്റവും പ്രശസ്തം. ആ ജയിൽ പോലെ അപ്രാപ്യവും ഭയാനകരമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് ട്രംപ് സർക്കാർ ഫ്ലോറിഡയിൽ ഒരു തടങ്കൽ കേന്ദ്രം നിർമ്മിക്കാൻ തുടങ്ങി എന്ന പ്രചാരണത്തിൻ്റെ പേരാണ് ഇതിന് അൽക്കട്രാസ് എന്ന വട്ടപ്പേര് വീണ്ടും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.